സംസ്ഥാനത്തെ ലഹരി വിപത്തിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കും. വിദഗ്ധരും വിദ്യാർത്ഥി യുവജന സംഘടനകളും സിനിമ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, നമുക്കറിയാം ഈ സമീപ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ അടുത്ത 2-3 മാസങ്ങളിലായി വരുന്ന വാർത്തകളൊക്കെ ലഹരിയെ കുറിച്ചാണ്. ഈ ലഹരിയിൽ നിന്നുണ്ടാകുന്ന പല ആക്രമണങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ പല വിധത്തിൽ അറിഞ്ഞു. അതിനെ ചെറുക്കാൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്? എന്തൊക്കെ മാർഗങ്ങൾ, ഈ ലഹരി വിപത്തിനെ തടയാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്? ഹരിത, എന്തായാലും സംസ്ഥാനത്തെ ലഹരി വ്യാപനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നു. മന്ത്രിമാരുടെ അടക്കം തന്നെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ഇന്ന് വിപുലമായിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ഈ വിദ്യാർത്ഥി സംഘടനകളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും വിവിധ സംഘടനകളെയും സിനിമ സാംസ്കാരിക മേഖലകളിൽ ഉള്ള പലരെയും ചേർത്തുകൊണ്ടൊരു യോഗം ചേരാനാണ് ചേർത്തുകൊണ്ടാണ് ഇന്നൊരു യോഗം ചേരുന്നത്. അതിവിപുലമായിട്ടുള്ള ജനകീയ ക്യാമ്പയിനാണ് സർക്കാർ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇന്ന് രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ലഹരി വിഭാഗത്തെ ചെറുക്കാൻ എല്ലാ ജനങ്ങളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും അടക്കം തന്നെ ഏകോപിപ്പിച്ച് ശക്തമായ ക്യാമ്പയിനാണ് ഇനി തുടക്കം കുറിക്കുന്നത്. കൂടാതെ തന്നെ നിലവിലുള്ള ക്യാമ്പയിൻ വിപുലീകരിച്ച് ഏപ്രിൽ മുതൽ ഒരു വലിയ അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ വിപുലമായിട്ടുള്ള ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം തന്നെ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ലഹരി വിപത്തിനെതിരെ ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു സമിതി എന്തെല്ലാം തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയടക്കം തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ LP ക്ലാസുകൾ മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കൂടാതെ തന്നെ കുട്ടികളെ കായിക രംഗത്തേക്ക് ഈ ലഹരിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കുട്ടികളെ കൂടുതൽ കായിക രംഗത്തേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്നടക്കം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വിപുലമായിട്ടുള്ള പരിപാടികൾക്ക് തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നത്. ഹോസ്റ്റലുകളും പൊതുയിടങ്ങളും അടക്കം തന്നെ ലഹരി വിമുക്തമാണോ എന്നതടക്കം തന്നെ പരിശോധിക്കാനടക്കം നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള കേസുകളായിരുന്നു വർദ്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഹോസ്റ്റൽ മുറികളിൽ നിന്നടക്കം തന്നെ ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പൊതു ഇടങ്ങളാണെങ്കിലും ഹോസ്റ്റൽ മുറികളാണെങ്കിലും പരിശോധന ശക്തമാക്കണമെന്ന് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ പോലീസിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നേരത്തെ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങണം. ഓൺലൈൻ ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ബസ് സ്റ്റാൻഡുകളാണെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിലാണെങ്കിലും പരിശോധന ശക്തമാക്കണം. എയർപോർട്ടിലും മറ്റും പരിശോധന ശക്തമാക്കണം. കൂടാതെ തന്നെ കൊറിയർ സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാൻ അടക്കം തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നിവയെല്ലാം തന്നെ നേരത്തെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് പ്രധാനമായും ചേരുന്നത്. രാവിലെ 10:30-ക്കാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും പ്രധാനമായും ഈ ലഹരി വിപത്തിനെ തടയുന്നതിനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും, ഏതെല്ലാം തരത്തിലുള്ള ക്യാമ്പയിനുകൾ രൂപീകരിക്കാൻ സാധിക്കും, ഈ ക്യാമ്പയിനുകളിലുള്ള അല്ലെങ്കിൽ ഈ ക്യാമ്പയിനുകളിൽ എന്തെല്ലാം ചർച്ചയാകും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രൂപരേഖ ഇന്ന് പ്രധാനമായും തയ്യാറാക്കും. കൂടാതെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമിതിയുടെ നിർദ്ദേശങ്ങൾ അടക്കം തന്നെ കേൾക്കും. കൂടാതെ മറ്റു വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും രക്ഷിതാക്കളും വിവിധ അല്ലെങ്കിൽ സംഘടനകളും എല്ലാം തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് അടക്കം തന്നെ
നടക്കുക. അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കും. അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും എങ്ങനെ ഈ ലഹരി വിപത്തിനെ തടയാമെന്നതുമായി ബന്ധപ്പെട്ട ഒരു രൂപരേഖ പ്രധാനമായും തയ്യാറാക്കുക. എന്തായാലും ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഹരിത, വിനയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാമ്പയിനിലൂടെ മാത്രം ഇത്തരം ലഹരി സംഭവങ്ങളെ ചെറുക്കാൻ പറ്റുമെന്ന് സാധിക്കാൻ തോന്നുന്നുണ്ട്. അതേസമയം ഈ ഒരു പരിപാടിയിൽ രക്ഷിതാക്കളും അധ്യാപകരും അടക്കമുള്ളവരെയൊക്കെ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കാം ഇവരിലേക്ക് ഇങ്ങനെ ഒരു ക്യാമ്പയിനിലൂടെ ഈ സന്ദേശം എത്തിക്കുക? ഈ സന്ദേശം കൊണ്ട് മാത്രം ഇതിനൊരു ഫലം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തോന്നുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ആ സമിതിയായിരിക്കും ഈ ലഹരി വ്യാപനം തടയുന്നതിനു വേണ്ടിയുള്ള നടപടികൾ പ്രധാനമായും സ്വീകരിക്കുക. ഇന്നൊരു അല്ലെങ്കിൽ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ മുതൽ രക്ഷിതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ കൂടെ അഭിപ്രായങ്ങൾ തേടും. ഏത് വിധത്തിൽ തടയാൻ സാധിക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ, അധ്യാപകരുടെ അഭിപ്രായങ്ങൾ, ഏത് തരത്തിൽ ഈ കോളേജുകളിലും ഹോസ്റ്റൽ മുറികളിലെയും മറ്റും എത്തുന്ന ലഹരി വസ്തുക്കളെ തടയാൻ സാധിക്കും, അതെങ്ങനെ ചെറുക്കാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ തേടും. കൂടാതെ അത്തരത്തിൽ മാതാപിതാക്കളുടെ, രക്ഷകർത്താക്കളുടെ അടക്കം തന്നെ അഭിപ്രായങ്ങൾ തേടും. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും എങ്ങനെ തടയാം എന്നതിലേക്കുള്ള, അല്ലെങ്കിൽ ലഹരി വ്യാപനം എങ്ങനെ തടയാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ക്യാമ്പയിനുകൾ മാത്രമല്ല രൂപീകരിക്കുക, അതിന്റെ ഭാഗമായി മറ്റു പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതായത് ഈ LP ക്ലാസ് മുതൽ തന്നെ, നേരത്തെ സൂചിപ്പിച്ച പോലെ LP ക്ലാസ് മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തും. കൂടാതെ ഈ എയർപോർട്ടുകളിൽ മറ്റും പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊറിയർ അയക്കുന്ന കേന്ദ്രങ്ങളിൽ മറ്റും പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബസ്സുകളിൽ മറ്റും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളിൽ മറ്റും പരിശോധന ശക്തമാക്കുന്നുണ്ട്. ഈ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനത്തുള്ള പോലീസുകാരുടെ സഹായം തേടാമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഏതെല്ലാം സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം ഉറവിടത്തിൽ നിന്നാണോ ഈ ലഹരി വ്യാപനം അല്ലെങ്കിൽ ലഹരി ഈ കേരളത്തിലേക്ക്, സംസ്ഥാനത്തിലേക്ക് എത്തുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ എയർപോർട്ടുകളിലും മറ്റും പരിശോധന ശക്തമാക്കും. പോലീസാണെങ്കിലും എക്സൈസ് സംഘമാണെങ്കിലും പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ലഹരി വസ്തുക്കൾ പിടിക്കുകയാണെങ്കിൽ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നേരത്തെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന ഈ ഉന്നതതല, അല്ലെങ്കിൽ ഈ യോഗത്തിൽ, ഇന്ന് ചേർന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പുറത്തു വരും. എങ്ങനെ ഇത് തടയാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രൂപരേഖ പ്രധാനമായും തയ്യാറാക്കും. ഹരിത.